ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോണു. അപ്പോൾ ഇതെന്താ പരിപാടി വെച്ചെങ്കിലേ, ഉണ്ണിമോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ബാഗൊക്കെ നനഞ്ഞ് ബുക്കൊക്കെ നനഞ്ഞ് ആകെ ചട്ടൊക്കെ പോയി ആകെ നനഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താ കുട നിവർത്താൻ പറ്റണില്ലാത്തത്. അപ്പോൾ എല്ലാം നനഞ്ഞിട്ടാണ് വന്നേക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതൊക്കെ നനഞ്ഞതൊക്കെ ചീന്തി കളഞ്ഞ് ശരിക്കും പോലെ നല്ലതുകൊണ്ട് ചട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് വ്ളോഗാണ് കേട്ടോ. എന്താ വെച്ചെങ്കിൽ എനിക്കിങ്ങനെ കമൻ്റ് ഉണ്ടായിരുന്നു, നൈറ്റ് വ്ളോഗ് ചെയ്യുമോ പറഞ്ഞിട്ട്. ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് നൈറ്റ് വ്ളോഗ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നൈറ്റിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ വീഡിയോ എഡിറ്റിലും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളും ദിക്കറും ഒക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് ഒക്കെയാണ് ഞാൻ ഇതിന്മേൽ ഇരിക്കുക, വോയിസ് കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്ത് വെച്ചു, നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് നൈറ്റ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഇൻഷാന സലീം എന്ന് പറഞ്ഞാൽ എനിക്ക് കമൻറ്റ് ഇടുന്നൊരു ആളുണ്ട്, ആൾ പറഞ്ഞിട്ട് തന്നെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കമൻറ്റ് ഇടുന്ന വീഡിയോ ചെയ്യണം, അത് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഒരാളും നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ, വീഡിയോ കാണുമ്പോൾ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല പറയണ കേൾക്കണേ, ആ ഒരു നിർബന്ധമായിട്ടൊക്കെ ചെയ്യണ പണി നല്ല വൃത്തി പോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിക്ക് തന്നെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ മുന്നിലേക്ക് ഇടണം, ആ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ പരിപാടി വെച്ചെങ്കിലേ, മക്കളുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കൊടുക്കുകയാണ് രണ്ട് പെണ്ണുങ്ങളിൽ. എന്താ വെച്ചെങ്കിൽ ഇവർക്ക് ട്യൂഷനില്ല, ട്യൂഷന് പോണോടത്തൊക്കെ നല്ല വെള്ളമാണ് ഇത്ര. അപ്പോൾ എന്താ ഉണ്ണിമോളെ വന്നിട്ട് ഞാൻ മുടി പിന്നിട്ട് കൊടുക്കാറ്. അപ്പോൾ നേരം 5 മണി ആയിട്ടുള്ളൂ കേട്ടോ. നല്ല ഇർട്ട് കുത്തിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് മഴ. അപ്പോൾ പുറത്തേക്കൊക്കെ പോയപ്പോൾ ഭയങ്കര ഇർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മക്കളുടെ മുടിയൊക്കെ രണ്ടാളും കെട്ടിക്കൊടുത്തു. ഫൈസി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മദ്രസ ഇല്ല, ട്യൂഷനും ഇല്ല, സ്കൂളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിൽ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ എന്താ പരിപാടി വെച്ചിങ്ങനെ ഇത്തിരി സാധനങ്ങൾ മേടിച്ചോളുന്നുണ്ടായിരുന്നു. സബോള, പിന്നെ എന്താ മോര്, ഇത്തിരി കച്ചമ്പർ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആട്ടാ. പരിപ്പ് കൂട്ടാനാണ് അത്. ഇനി എന്താ കച്ചമ്പർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് അല്ലേ വെച്ചിട്ട് ഇത്തിരി കച്ചമ്പർ ഉണ്ടാക്കുക. മോര് വാങ്ങിയോണ്ടുണ്ട്, പിന്നെ ഓയിൽ കഴിഞ്ഞൊക്കെയായിരുന്നു. അപ്പോൾ ഓയിൽ ഇത്തിരി 1 കിലോ വാങ്ങിയിട്ടാണ്. പിന്നെ എന്താ വെച്ചെങ്കിലേ, സബോളയ്ക്ക് ഭയങ്കര ചിലവാണ് ഗൈസ്. ഇവിടെ എപ്പോഴും ഓരോന്നും ഉണ്ടാക്കിയിട്ട് സബോള വേഗം കഴിഞ്ഞാൽ അന്ന് മേടിച്ച 1 കിലോ സബോള എന്താ കാട്ടിയെന്നാ ചോദിക്കുക. ഞാൻ എന്താ കാട്ടിട്ട് കൂട്ടാൻ വയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വർത്താനൊക്കെ ഉണ്ടാവും കേട്ടോ. സബോള മേടിച്ചാൽ ആകെ കുറേ മേടിച്ച് വയ്ക്കാനും പറ്റില്ല, ചീഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഒരെണ്ണം ചീഞ്ഞിട്ട് ഞാനത് കളഞ്ഞു കേട്ടോ. അത് ഒന്നിനും പറ്റില്ല, അതിൻ്റെ ഉള്ളൊക്കെ ചീഞ്ഞ് ഒരു പൊട്ട സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുത്തില്ല. അങ്ങനെ വേറെ ഒരെണ്ണം എടുത്ത് നന്നാക്കിയിട്ട് കഴുകിയിട്ട് ഇതാ കച്ചമ്പറിനുള്ളത് അരിയാണ് കേട്ടോ. കുട്ടികളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടിക്കറ് ചെല്ലുന്നുണ്ട്. ഞാൻ എൻ്റെ നിസ്കാരം യാസിനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇനി കമൻറ്റ് ഇടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാനത് സബോളൊക്കെ അരിയുമ്പോഴും സലാത്തും ഫാത്തിയൊക്കെ ഓതിട്ട ഞാനിങ്ങനെ നേരം മുന്നേ ഇങ്ങനെ ഓതിക്കൊണ്ട് നടക്കും. അപ്പോൾ എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചവനോട് ബോധിപ്പിച്ചാൽ മതി നമുക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കമൻറ്റ് വരുന്നുണ്ടേ, ഇങ്ങനെ നിസ്കാരമില്ലേ ഓത്തില്ലേ എന്നൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ ഈ കച്ചമ്പറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ വന്നു, അതിൻ്റെ സന്തോഷമാണ് കേട്ടോ മക്കളുടെ. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന വെച്ചിട്ടാണ്. എന്തുണ്ടായില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എനിക്കാണ് തൊള്ളട്ട് തോക്കും ഞാനിട്ടാ. ഒതുങ്ങിയിരിക്കില്ല, ഭയങ്കര കുറുമ്പാണ്, തല്ലൂട്ടവും അടികൂടലും ഒക്കെ. അങ്ങനെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിക്കണ പൈസയാട്ടാ. അവൻ അങ്ങനെ കിടന്ന് തലകുത്തി മറിയുന്നുണ്ട്. അപ്പോൾ ഇതെന്താ പരിപാടി വെച്ചെങ്കിലേ, എന്താ ചോറ് തിളപ്പിച്ചു ഊറ്റുക. മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ചോറ് ഇങ്ങനെ രാവിലെ വെച്ചതാണേ, അതിങ്ങനെ തണുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചൂറ്റി വാർത്ത് വയ്ക്കുക. അരിപ്പ പോലത്തെ ഒരു പാത്രം ഉണ്ട്, അരിക്കങ്ങോട്ട് വെച്ച് അങ്ങനെ വാർന്ന് പോയിക്കോളൂ കേട്ടോ. ഈ ശീലമൊക്കെ പഠിച്ചത് തറവാട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പരിപാടി വെച്ചെങ്കിൽ, മുടി പിന്നീട് ഈ നേരമായി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഈ ഒരു മുടി മടഞ്ഞിട്ടിട്ടൊരു ഇടലുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നൈസായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. തലയിൽ ചെറുതായിട്ട് തട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ഇതൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ, വൈകുന്നേരത്തെ എന്താ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചോറ് തിളപ്പിച്ച് ഊറ്റിച്ചു. പിന്നെ ഒരു സീരിയൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിന് വലിയ കമൻറ്റ് വരികയാണ്, അവർ റബ്ബേ പേടിയാവുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ, കുടുംബശ്രീ ശാരദ ആ സീരിയൽ നിങ്ങൾ കാണാറുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടേട്ടാ. നമുക്ക് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഉള്ളത് കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയും. അപ്പോൾ ആ സീരിയൽ
സീരിയൽ ഇരുന്ന് കാണും. അത് കഴിഞ്ഞാൽ പിന്നെ TV കാണില്ല കേട്ടോ. പിന്നെ ഇവരെന്തെങ്കിലുമൊക്കെ സിനിമ വയ്ക്കും അങ്ങനെ. പിന്നൊക്കെ ഞാൻ ഫോണുമ്മ ഇരിക്കുക, അങ്ങനെ കമൻറ്റൊക്കെ എന്തെങ്കിലും വന്നാൽ അത് നോക്കുക, അങ്ങനത്തെ പരിപാടികളുള്ളൂ. ആകെ ഒരു സീരിയലേ കാണുള്ളൂ. പിന്നെ എനിക്ക് വേറെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ പിള്ളേർക്ക് ഞാൻ ചോറ് കൊടുക്കുകയാണ്. ഒരു 7:30 7:45 ഇവർക്ക് ഞാൻ ചോറ് കൊടുക്കും. പിന്നെ ട്യൂഷൻ ഉണ്ടെച്ചെങ്കിൽ 8 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഫൈസിയും ഉണ്ണിമോളും വരിക. പിന്നെ അവർക്ക് വന്നു കഴിഞ്ഞാൽ വാരി കൊടുക്കും കേട്ടോ. അപ്പോൾ ഉണ്ണിമോൾ തന്നെ വാരി തിന്നുണ്ട്. ഇവർക്ക് രണ്ടാൾക്കും ഞാൻ വാരി കൊടുക്കും. ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉണ്ണിമോൾക്കും ഫൈസിക്കും ഞാൻ തന്നെ വാരി കൊടുക്കാം കേട്ടോ. ഇവർക്ക് ഞാൻ വാരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വയറ് നിറച്ച് ചോറ് തിന്നോളും. ഉണ്ണിമോൾ തിന്ന് നീച്ചിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുക. ഞാനിപ്പോൾ വാരി കൊടുക്കുക വെച്ചിങ്ങനെ തൊള്ള നിറച്ചിട്ടിട്ട് 2 കവളത്തിട്ട് തിന്നടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വേഗം തീറ്റിക്കും. 3 ആൾക്കും കൂടിയിട്ട് വാരി കൊടുക്കാൻ വൈകിയേക്ക്. അപ്പോൾ അങ്ങനെയാണ് അവൾ മെല്ലെ മെല്ലെ കൊത്തി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ ചോറയ്ക്കൽ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പൂച്ചയുടെ അടുത്ത് കളിക്കുക. അപ്പോൾ ഞാൻ ഇക്കാനെ ഇങ്ങോട്ട് കാണാനില്ല. അപ്പോൾ ഇക്കാനെ നോക്കിയിട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, എന്താ എൻ്റെ ഉപ്പച്ചീനെ ഇങ്ങോട്ട് കാണാത്ത, എന്താ റോട്ടിൽ പോയി ഇരിക്കാമല്ലോ, നല്ല മഴയും പെയ്യുന്നുണ്ടേ, എന്താ റോട്ടിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കട്ടാ, നല്ല മഴയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ പിള്ളേർ ഓരോ കുറുമ്പും കാണിക്കുന്നുണ്ട് അവിടെ പൂച്ചയുടെ അടുത്ത്. പൂച്ച ഒന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. പൊട്ടിങ്ങനെ മാഞ്ഞ് പോവുകയാണെ കൺമഷി കൊണ്ട് കുത്തി കൊടുത്തത്. അതിങ്ങനെ മാഞ്ഞ് പോകുമ്പോൾ പിന്നെയും വന്ന് അത് കുത്തി ഇട്ട് കൊടുക്കും കേട്ടോ. കുഞ്ഞോളെ പണിയത്. കുഞ്ഞോൾക്കാണ് ഒരു പേടിയില്ലാത്ത പൂച്ചേനെ പിടിക്കാൻ. പൈസയ്ക്കും ഉണ്ണിമോൾക്കും ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇക്കതാ റോട്ടിൽ നിന്ന് വന്നു. വരുമ്പോൾ എന്താ നാടൻ നേന്ത്രപ്പഴം കിട്ടിയിട്ടുണ്ട്, പിന്നെ കടുമാങ്ങച്ചാറും പിന്നെ മീനച്ചാറും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് മിക്കതും വൈകുന്നേരം ആകുമ്പോൾ അത് മേടിച്ചിട്ട് റോട്ടിൽ നിന്ന് വരിക കേട്ടോ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനച്ചാർ. എനിക്ക് കടുമാങ്ങച്ചാറാട്ടോ ഇഷ്ടം. അപ്പോൾ ഇക്കാടെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് സെൻറ്റ് കൊടുത്തതാട്ടോ. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ തേച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൈമൊക്കെ തേച്ച് തരികയാണ് കേട്ടോ. നല്ല മണമുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര മണം. ഗൾഫിൽ നിന്ന് കട ഫ്രണ്ട് കുറഞ്ഞത് അത്രേ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് പറയാട്ടോ അവിടെ. അപ്പോൾ നല്ല മഴയായിരുന്നു, വരാൻ പറ്റാണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഇക്കാക്ക് ചോറ് കൊടുത്തു. ഞാൻ ഏറ്റവും ലാസ്റ്റ് കഴിക്കാട്ടോ. എന്താ പറയുക, 8:30 ഒരു ടൈം ടേബിളാട്ടോ എൻ്റെ ഭക്ഷണത്തിന്. അതൊക്കെ ഞാൻ ഒരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിക്കാം എൻ്റെ ഭക്ഷണ രീതിയൊക്കെ. ഞാൻ 8:30 ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇക്കാടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇവരൊക്കെ നേരത്തെ കഴിക്കും. ഒരു സമയമുണ്ട് എനിക്ക്, എന്നാലും ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഫൈസിക്ക് ഇത്തിരി തുമ്മലൊക്കെ ഉണ്ട്, ചുമ ഉണ്ട്. അപ്പോൾ അലർജിയുടെ ഗുളിക തരിക. അപ്പോൾ ആകെ ആവശ്യമില്ലാത്ത മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ആ പെട്ടി അങ്ങോട്ട് വൃത്തിയാക്കി വെച്ച് തന്നിട്ടൊക്കെ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, എൻ്റെ വൈകുന്നേരം ആകുമ്പോൾ കഴിക്കണ സ്ഥലമാണ് എൻ്റെ ആ സ്ഥലത്ത്. അത് കോണിയുടെ ചോട്ടിൽ പോയി ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് തോന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ചോറ് കൈ പിടിച്ച് കഴിക്കരുതെന്ന്, അത് പൊട്ടേനത്രേ. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചപ്പോൾ ഓർത്തത് ഇട്ടാ. അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചിട്ട് കഴിക്കാനിട്ടാ. അങ്ങനെ എൻ്റെ ചോറേക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇക്കാക്ക് നെസിക്കാടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഇക്കാടെ ഏട്ടൻ്റെ. അപ്പോൾ ഫോണിൽ ഇക്കാണ് ഇട്ടാ. അപ്പോൾ ഉപ്പാക്കും അവിടുത്തെ ഫോൺ കേട് വന്നിക്കുക. അപ്പോൾ ഉപ്പാടെ അടുത്ത് ഫോൺ കൊണ്ടുകൊടുക്കാൻ പോയിക്കായിരുന്നു കേട്ടോ. അപ്പം മഴയൊക്കെ ഉണ്ട് ഇവിടെ, ഭയങ്കര മഴയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് നെസിക്കാട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടികളൊരു ഒരു സൗകര്യം കൊടുക്കണില്ല, വർത്താനം പറയാനും ഒരു സൗകര്യം കൊടുക്കണില്ല മക്കൾ. അപ്പോൾ അങ്ങനെ ഏട്ടനും അനിയനും കൂടിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെച്ച പാത്രവും അങ്ങനത്തെ ചെറിയ അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കേട്ടോ. പാത്രമൊക്കെ കഴുകി വെച്ചിട്ടൊക്കെ എടുക്കുക. കട വീട്ടിലാകുമ്പോഴേ, തറവാട്ടിലാകുമ്പോൾ കഴുകലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വെക്കും. നേരം വെളിച്ചാകുമ്പോൾ എടുത്തിട്ട് പുറത്തേക്കൊക്കെ വെച്ചിട്ട് ഉമ്മ പാത്രം കഴുകും. അപ്പം ഞാൻ അടുപ്പം തറൊക്കെ തുടച്ച് വൃത്തിയാക്കും കേട്ടോ. അങ്ങനെ ഏട്ടാ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉമ്മ പാത്രം കഴുകുക. ഞാൻ അപ്പത്തിനും ഉമ്മ വരുമ്പോഴത്തേനും അടുപ്പം തറൊക്കെ തുടച്ച് വൃത്തിയാക്കും. അത് കഴിഞ്ഞാൽ പാത്രമൊക്കെ നല്ല ഒതുക്കി വെക്കും. എപ്പോഴും കെടുക്കാൻ പോണിട്ട് മുന്നേ അടുക്കളൊക്കെ തുടച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനും ഇവിടെ അങ്ങനെ തന്നെ ചെയ്യാട്ടോ. എല്ലാം ഇപ്പം എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണത്. നമ്മളതിനിപ്പോൾ സഹായിക്കാൻ ആരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ പാത്രമൊക്കെ കഴുകലും അടുപ്പം തറൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ നേരം വെളിച്ചാകുമ്പോൾ ചായയുടെ വെള്ളം വയ്ക്കാൻ വരുമ്പോൾ ഒരു സന്തോഷമാണല്ലേ, അടുക്കളൊക്കെ ഒന്ന് വൃത്തിയായി നീറ്റായി കാണുമ്പോൾ. അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വൃത്തിയിലൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഒരു മൈൻഡ് ഉണ്ട്. ഇനിയിപ്പോൾ വല്ലാണ്ട് വൃത്തി കൂടി ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇനി കമൻറ്റ് വരികയാണോ. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇന്നിങ്ങനെ ചൂഷണം ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് പറയണതാ, നല്ലത് ചിന്തിക്കണം, നല്ലതും പറയണവരും ഉണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഗൈസ്.
അങ്ങനെ കണ്ടില്ലേ. അപ്പോൾ പാത്രം കഴുകലും കഴിഞ്ഞു, അടുക്കള അങ്ങോട്ട് ക്ലീനായി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഭാഗം ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ വേസ്റ്റിലൊക്കെ ഉള്ളതൊക്കെ വേസ്റ്റ് പാത്രത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ശീലങ്ങളൊക്കെ പഠിച്ചത് എൻ്റെ ഉമ്മാടേക്കുന്നാണ് കേട്ടോ. ഉമ്മാക്ക് ഭയങ്കര വൃത്തി കൂടുതലാണ്. അപ്പോൾ ഉമ്മാനെ കണ്ടിട്ടില്ല നമ്മൾ മക്കളൊക്കെ ഓരോന്ന് പഠിക്കുക. അപ്പോൾ എൻ്റെ അനിയത്തിക്കും ഉണ്ട് ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും അങ്ങനെ അടുപ്പം തറ മുകളിൽ കാണാനൊന്നും പാടില്ല. അപ്പോൾ ഒക്കെ എൻ്റെ ഉമ്മാടേക്കുന്ന് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതെന്താ, ഞാനത് കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് ഇക്കാടെ മടിയിൽ കിടന്ന് തൊടയമ്മ കാലും തലയും വെച്ച് ഒരുത്തി കിടന്ന് ഉറങ്ങി. ഇവളിങ്ങനെ തന്നെ കേട്ടോ, ഇക്കാടെ മടിയിൽ കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പോൾ ഇക്കാനെ ഞാൻ വിളിച്ചിട്ട് ഹായ് പറയും ഇക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക ടാറ്റ തരുന്നുണ്ട്. സിനിമ എന്താ ലൂസിഫർ സിനിമ തോന്നുന്നുണ്ട്, അല്ലല്ലോ ലൂസിഫർ അല്ല തോന്നുന്നുണ്ട്, അതന്നെ മോഹൻലാലിന് കാണാണ്ട് ആ സിനിമ ഇരുന്ന് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവളവിടെ കിടന്ന് ഇക്കാടെ മടിയിൽ കിടന്ന് ഉറങ്ങി. അപ്പോൾ എനിക്കൊരു ശീലമുണ്ട്, എന്താ പല്ല് തേക്കുന്ന ശീലം വൈകുന്നേരം ആകുമ്പോൾ. അത് ചെറുപ്പത്തിലുള്ള സ്വഭാവമാട്ടോ. അത് എൻ്റെ ഉമ്മാക്കും ഉണ്ട്, എൻ്റെ അനിയത്തിക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എൻ്റെ ഉപ്പാക്കും ഉണ്ട്. പിന്നെ അവർ കണ്ടിട്ടല്ലേ നമ്മൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ പല്ലേക്കലാണ് അത് എപ്പോഴും ഉണ്ടാവും. എൻ്റെ വീട്ടിൽ പോയാലും ഉണ്ടാവും കേട്ടോ ഈ ശീലം. അത് പല്ലേച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നല്ല മഴ. അപ്പോൾ ഞാൻ ശരിക്കുമാടൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എല്ലാവരും പല്ലേക്കിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും മിക്കതും പല്ലേച്ചിട്ട് തന്നെ എല്ലാവരും കിടക്കുക തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല മഴ തന്നെയാണ്. നോക്ക് തേക്കിൻ്റെ ഇല വീണിട്ട് കിടക്കണൊക്കെ അത് കാണുമ്പോൾ ദേഷ്യം വീണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എത്തിച്ചു നോക്കുക ആരവിടെ നിന്ന് പല്ലേക്കുന്നത്, ശരിക്കും വേണോ അത് റെമിയാണോ റസിയാണോ എന്നൊക്കെ നോക്കുക കേട്ടോ ഞാൻ. അപ്പോൾ ആരാച്ചിങ്ങനെ റെമിയുടെ മോളാ ഇന്ന് പല്ലേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് വേഗം കയറി. നല്ല മഴയും പെയ്യുന്നുണ്ട്, കാറ്റും വീശുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ, വേറെ ഒന്നുമല്ല കേട്ടോ. എന്താ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇടാൻ മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണണ്ടെച്ചെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനൊക്കെ ഉള്ളതുണ്ട് നമ്മുടെ വീഡിയോ. അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെച്ചെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പല്ലേപ്പും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, വാതിലൊക്കെ അടച്ചിങ്ങോട്ട് പോന്നു. പിള്ളേർക്ക് ബെഡ് വിരിച്ചു കൊടുക്കട്ടെ താഴത്ത്. ഇത് സ്പോഞ്ചിൻ്റെ കിടക്കുകയാണ് കേട്ടോ, നല്ല സുഖമായിട്ട് അതിൽ കിടക്കാൻ. അപ്പോൾ ഇവർക്ക് അതൊക്കെ ഒന്ന് വിരിച്ച് നീറ്റാക്കി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് ഇടേണ്ട താമസമുള്ളൂ, ഒക്കേനെ ഉറക്കം വന്നിട്ട് നിൽക്കണം. നല്ല തണുപ്പും കാര്യങ്ങളല്ലേ, അപ്പോൾ ഒക്കെ ഉറക്കം തൂങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ ഉണ്ണിമോള് അങ്ങനെ ചാടിയിട്ട് അതിൽ കിടക്കുന്നത് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇതെന്താ പരിപാടി വെച്ചിങ്ങനെ വെള്ളം കുടിക്കും. ഫൈസിക്ക് ഭയങ്കര വെള്ളം കൂടിയാവും. ഒന്ന് ഉറങ്ങി നീച്ചാലും മൂത്രമൊഴിച്ച് വന്നാലൊക്കെ അവന് വെള്ളം വേണം. ഇക്കാക്കും അതേട്ടോ, നന്നായി വെള്ളം കുടിക്കും. എനിക്കിഷ്ടമല്ല കേട്ടോ വൈകുന്നേരം ഇങ്ങനെ വെള്ളം കുടിക്കുന്നതൊന്നും. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുള്ളൂ, പിന്നെ ഒന്നും ഞാൻ കുടിക്കുകയില്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇക്കത കുട്ടീനെ കൊണ്ടുവന്ന് കേടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ രാത്രി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ഞങ്ങളുടെ നൈറ്റ് വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്.